പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ചെറിയ പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് വേണ്ടത്. ഒരല്ലി ശർക്കര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്, ഗ്ലാസ് കപ്പ് വെള്ളത്തിൽ. അങ്ങനെ എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കണം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. നമ്മൾ അപ്പച്ചട്ടിയിലാട്ടോ ചുട്ടെടുക്കുന്നത്. ഏത് ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക. അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇതേമാതിരി പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസുകളാക്കി കണ്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയോ ചെയ്യട്ടോ. ഞാനിങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കണ്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പഴം കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ മറ്റത് ചുട്ടെടുക്കാം.